ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം കേരളത്തിലെ ഇലക്ഷന് ഇനി കഷ്ടിച്ച് 2 ആഴ്ചയും 2 ദിവസങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. പ്രചരണ രംഗത്ത് എവിടൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും BJPയുടെയും UDFിൻ്റെയും പ്രചരണത്തിൽ കാണുന്ന പ്രത്യേകതകൾ, LDFിൻ്റെ ശക്തമായ പ്രചരണ ഘട്ടം നോക്കിയാൽ LDF പല മണ്ഡലങ്ങളിലും 20 ലോക്സഭാ സീറ്റുകളിൽ പല മണ്ഡലങ്ങളിലും പ്രചരണ കാര്യങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ വളരെ മുന്നിലാണ്. പക്ഷേ അതൊക്കെ വോട്ടായിട്ട് മാറുമോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, ഇപ്പം ഞങ്ങളൊരു പൊതു റീഡിങ് പറയുകയാണ്, ഇതുവരെയുള്ള ഒരു 10 ദിവസത്തെ പ്രചരണ രീതികൾ കണ്ടിട്ട് പറയുകയാണ്. പല മണ്ഡലങ്ങളിലും BJP കുറേയൊക്കെ നിശബ്ദമാണ് അവിടെ പ്രചാരണത്തിൽ. ഉദാഹരണം പത്തനംതിട്ട ലോക്സഭ. BJP ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന A+ മണ്ഡലമായിട്ട് കാണുന്ന പത്തനംതിട്ടയിൽ CPMൻ്റെ സമുന്നത നേതാവ് തോമസ് ഐസക്ക് LDF സ്ഥാനാർത്ഥി, സിറ്റിംഗ് MP 3 തവണ MP ആയ ആന്റോ ആന്റണി 4ാം ഊഴത്തിന് ശ്രമിക്കുന്നു. അനിൽ കെ ആന്റണി, AK ആന്റണിയുടെ പ്രിയപുത്രൻ, BJPയുടെ ദേശീയ ഭാരവാഹിയായ അനിൽ കെ ആന്റണി മത്സരിക്കുന്നു. പത്തനംതിട്ട മണ്ഡലത്തിലെ പൊതുവായൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ പ്രചാരണ രംഗത്ത് അനിൽ കെ ആന്റണിയും ആന്റോ ആന്റണിയും UDFും BJPയും വളരെ പിന്നിലാണ്. തോമസ് ഐസക്കിൻ്റെ പ്രചരണ മെഷീൻ, ആ യന്ത്രം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വോട്ടായിട്ട് മാറണമെങ്കിൽ ഈ പഴയ കോലിബി പോലുള്ള ചില അന്തർധാരകൾ കേരളത്തിൽ സജീവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ 20 സീറ്റുകളിൽ BJP അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഒരു സീറ്റിലും BJPക്ക് ജയിക്കാൻ അവർ സാധ്യത കാണുന്നില്ല. തൃശ്ശൂർ ഉൾപ്പെടെ, അതേപോലെ തിരുവനന്തപുരം ഉൾപ്പെടെ. അവർ A+ എന്ന് കരുതി A+ എന്ന് കരുതിയ മണ്ഡലങ്ങളിൽ പോലും അവർക്ക് വിജയിക്കാൻ പറ്റുമോ എന്ന സംശയം BJPയെ പിടികൂടിയിരിക്കുന്നു. പിന്നെ എന്താണ് അവർ ചെയ്യുക? അവർ UDFന് വോട്ട് മറിക്കും. ഒരു നിശ്ചിത ശതമാനം വോട്ട്. എന്തായാലും നമ്മൾ ജയിക്കില്ല. അപ്പം നമ്മളിനി CPMനോ ഇടതുപക്ഷത്തിനോ വോട്ട് കൊടുക്കാൻ പാടില്ല. ഇടതുപക്ഷത്തെ MPമാരൊന്നും ലോക്സഭയിലേക്ക് വരരുത്, അത് നമുക്ക് ഭീഷണിയാണ്. കോൺഗ്രസ്സുകാർ ജയിച്ചു വന്നോട്ടെ, അവരെ നമുക്ക് നാളെ BJP ആക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ CPMൽ നിന്ന് ജയിച്ചു വരുന്നവരോ ഇടതുപക്ഷത്തു നിന്ന് ജയിച്ചു വരുന്നവരോ അവരെ നമുക്ക് വളയ്ക്കാൻ പറ്റില്ല. കോടികൾ എറിഞ്ഞാലും വീഴത്തില്ല. അതുകൊണ്ട് പല കോൺഗ്രസ്സുകാരും ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ, നമ്മുടെ കുറച്ച് വോട്ട് അങ്ങോട്ട് മറിക്കാം, നാളെ അവരെ നമുക്ക് BJP ആക്കാം എന്ന കൃത്യമായ അജണ്ട കേരള തിരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു എക്സാമ്പിളാണ് ഞങ്ങൾ പത്തനംതിട്ടയെ പറ്റി പറഞ്ഞത്. ഇത് വേറെ പല മണ്ഡലങ്ങളിലുമുണ്ട്. ഈ 20 മണ്ഡലങ്ങളിൽ ഈ BJPയുടെ പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥിതിക്ക് അവർ UDFനെ സഹായിക്കാനുള്ള നീക്കങ്ങൾ പല മണ്ഡലങ്ങളിലും നടത്തുന്നുണ്ട്. അത് പഴയ കോലിബി സഖ്യത്തിൻ്റെ ഒരു പുതിയ രൂപമാണ്. ഇത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ എങ്ങനെ വരുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ്. പക്ഷേ ഈ അന്തർധാര വളരെ സജീവമായി കഴിഞ്ഞു. അതിന് മൗന അനുവാദം കൊടുക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം, K സുധാകരനും VD സതീശനും അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം, അതേപോലെ കേരളത്തിൻ്റെ നേട്ടങ്ങളെ അപമാനിക്കുന്ന പ്രചാരണ രീതികൾ. ഇപ്പോൾ വടകരയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലിൻ്റെ റോഡ് ഷോയിൽ പങ്കെടുത്ത സ്ത്രീകൾ വിളിച്ച മുദ്രാവാക്യം ഞങ്ങൾ തൊഴിലുറപ്പ് പെണ്ണുങ്ങളല്ല എന്ന് വിളിക്കുന്ന, ഇത്രയും ആത്മാഭിമാനമില്ലാത്ത മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന രീതി. വയനാട്ടിൽ ലീഗിൻ്റെ കൊടി കാണിക്കാൻ പറ്റില്ല എന്നുള്ള വിഷയം, അത് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഞങ്ങൾ കൊടി കാണിക്കുന്നില്ല കോൺഗ്രസ്, അതുകൊണ്ട് വയനാട്ടിൽ നിങ്ങളുടെ ലീഗിൻ്റെ കൊടിയും കാണിക്കേണ്ട. ഒരു ദേശീയ ഇലക്ഷനിൽ, തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഭാവി പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസ് വാഴ്ത്തുന്ന ആൾ മത്സരിക്കുന്ന വയനാട്ടിൽ കോൺഗ്രസിൻ്റെ കൊടി ജാഥയിൽ വേണ്ട, ലീഗിൻ്റെയും വേണ്ട. ലീഗിൻ്റെ കൊടി കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ കൊടിയും ഒഴിവാക്കിയത്. ഇതിപ്പോൾ എല്ലാം ചർച്ചയായി ഈ വിഷയങ്ങൾ. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇതെല്ലാം BJP നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്.
വയനാട്ടിൽ കഴിഞ്ഞ ഇലക്ഷനിൽ BJP പ്രയോഗിച്ച അതേ തന്ത്രം അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടെ വയനാട്ടിലെ കേസിൽ BJP നോർത്ത് ഇന്ത്യയിൽ വടക്കേന്ത്യയിൽ ഉപയോഗിക്കുകയാണ്. എന്താണിത്? കഴിഞ്ഞ തവണ പച്ചക്കൊടി കാണിച്ചത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞ് വ്യാപക പ്രചരണം നടത്തിയിട്ട് അമേഠിയിൽ വരെ രാഹുൽ തോറ്റുപോയത് അതുകൊണ്ടാണ്. ഇത്തവണ അമേഠിയിൽ എന്താവും? അപ്പൊ അന്നൊരടി കിട്ടിയത് കൊണ്ട് ഇപ്പൊ പച്ചക്കൊടി ഇനി കാണിക്കണ്ട. നമ്മുടെ മൂവർണ്ണ കൊടി നമ്മൾ കാണിക്കുന്നില്ല. പിന്നെന്താ പ്രശ്നം? ദേശീയ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷത്തെ നയിക്കുന്ന ഒരു പാർട്ടിയുടെ അധപ്പതനം ഇതിനപ്പുറത്ത് എന്താ വേണ്ടത്? ഇത് കോൺഗ്രസിനെതിരെ വടക്കേ ഇന്ത്യയിൽ ശക്തമായിട്ട് BJP ഉപയോഗിക്കുകയാണ്. അത് പ്രതിപക്ഷ സഖ്യത്തെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. എന്നാൽ പോലും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് BJPക്ക് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ അങ്കലാപ്പ് BJPയുടെ ദേശീയ ക്യാമ്പുകളിൽ നേതൃത്വത്തിലുണ്ട് എന്നതും സത്യമാണ്. തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇതാണ്. CPMന്റെ സ്ഥാനാർത്ഥികളെ കഴിയുന്നത്ര തോൽപ്പിക്കുക. അവർ പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നക്കാരാണ്. ഇപ്പം തോമസ് ഐസക്കോ, എളമരം കരീമോ, കെ രാധാകൃഷ്ണനോ അല്ലെ അതുപോലെയുള്ള പ്രമുഖ നേതാക്കൾ, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ പോലുള്ള ഈ നേതാക്കൾ, അംഗങ്ങളായവർ, KK ശൈലജ, ഇവരൊക്കെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ തലവേദനയാണ് എന്ന് BJP വിചാരിക്കുമ്പോൾ കേരളത്തിൽ BJPക്കാരിൽ നല്ലൊരു പങ്ക് എങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ കേരള രാഷ്ട്രീയത്തിന്റെ ഈ ഇലക്ഷനിൽ വരാൻ പോകുന്നതിന്റെ ഒരു ഏകദേശ രൂപം നമുക്ക് പിടികിട്ടുമല്ലോ. 20 സീറ്റുകളിൽ ആർക്ക് എത്ര സീറ്റ് കിട്ടും, ആർക്ക് എത്ര കിട്ടും എന്നത് കൃത്യമായ ഒരു കണക്ക് ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ചോദിക്കുക, അത് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ LDFനെ എന്തൊക്കെയോ ദോഷം LDFന് വരും എന്നാണോ വിലയിരുത്തുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. ഇത് LDFന് ദോഷം വരുത്തുന്ന രാഷ്ട്രീയമല്ല നമ്മൾ പറയുന്നത്. രാഷ്ട്രീയത്തെ എങ്ങനെ മുതലെടുക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര അത് വളരെ സജീവമാണ്. അത് ഈ ഇലക്ഷന്റെ റിസൾട്ടിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് LDFന് 20-ൽ എത്ര സീറ്റ് കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്ന് പറയാമോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറയും. ഇനിയിപ്പോൾ 2 ആഴ്ചയിലധികം നമ്മുടെ വോട്ടെടുപ്പിന് സമയമുണ്ട്. ഇതിപ്പോൾ ഒരു മുന്നറിയിപ്പാണ് നമ്മൾ തന്നത്. കേരളത്തിൽ നടക്കാൻ പോകുന്ന എന്താണ് എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു 10 ദിവസം, ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാകുന്ന ധ്രുവീകരണങ്ങൾ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ലോക്സഭ ഇലക്ഷനിൽ ഉണ്ടാകുന്ന ധ്രുവീകരണങ്ങളെ പറ്റി നമുക്ക് കുറച്ചുകൂടി വിശദമായ ഒരു പിക്ചർ അപ്പോഴേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുവരെ നമുക്ക് കാത്തിരിക്കാം.